ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. IPL 2025 സീസണിന് മുന്നോടിയായിട്ടുള്ള മെഗാ ഓപ്ഷൻ വളരെ ഗംഭീരമായി സൗദി അറേബ്യയിൽ അവസാനിച്ചിരിക്കുകയാണ്. 2 ദിവസം നീണ്ടുന്ന വാശിയേറിയ ബിഡിംഗ് തന്നെയായിരുന്നു ഓരോ ഫ്രാഞ്ചൈസിയും ഓപ്ഷൻ പോഡിയത്തിൽ നടത്തിയത്. IPL ഓപ്ഷന് ശേഷം ടീമുകളുടെ സ്കോഡൊക്കെ എങ്ങനെയാണ്? അപ്പോൾ ഇനി അതൊരു സീരീസ് ആയിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് മേക്ക് സ്റ്റുഡിയോ എത്തിക്കാൻ പോവുകയാണ്. 10 ടീമുകളുടെയും ഇൻഡിവിജ്വൽ സ്കോഡാണ് IPL 2025 സീസണിലേക്കുള്ള 10 ടീമുകളുടെയും ഇൻഡിവിജ്വൽ സ്കോഡാണ് ആഫ്റ്റർ ഓപ്ഷൻ നിങ്ങളുടെ മുൻപിലേക്ക് വീഡിയോ സീരീസായി എത്താൻ പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ എപ്പിസോഡായിട്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൻ്റെ കംപ്ലീറ്റ് സ്കോഡാണ്. RCBയുടെ ഫുൾ സ്കോഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾ കൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇത്തവണ RCB 3 താരങ്ങളെ മാത്രമായിരുന്നു റീറ്റെയിൻ ചെയ്തത്. വിരാട് കോഹ്ലി, രജത് പടിത്താർ, യശ് ദയാൽ എന്നീ 3 താരങ്ങളെയായിരുന്നു RCB നിലനിർത്തിയത്. ഓപ്ഷനിലൂടെ 19 താരങ്ങളെ കൂടെ മേടിച്ച RCB നിലവിൽ 22 പ്ലെയേഴ്സാണ് RCBയുടെ സ്കോഡിൽ ഉള്ളത്. നമുക്കറിയാം മാക്സിമം സ്കോഡ് സൈസ് 25ആണ്, മിനിമം സ്കോഡ് സൈസ് 18. 22 പ്ലെയേഴ്സാണ് ഇപ്പോൾ RCBയുടെ സ്കോഡിൽ ബാക്കിയുള്ളത്. ഏതൊക്കെയാണ് ആ ഒരു താരങ്ങൾ? നമുക്കറിയാം നിലനിർത്തിയ 3 താരങ്ങൾ വിരാട് കോഹ്ലി, രജത് പടിത്താർ, യശ് ദയാൽ എന്നിവരായിരുന്നു. ഓപ്ഷനിലൂടെ ഇംഗ്ലീഷ് സ്റ്റാർ ഓൾറൗണ്ടർ ആയിട്ടുള്ള ലിയാം ലിവിങ്സ്റ്റണെ RCB കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 8.75 കോടി രൂപയ്ക്കാണ് ലിവിങ്സ്റ്റണെ RCB വാങ്ങിയത്. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടുള്ള ഫിൽ സോൾട്ട് കഴിഞ്ഞ IPL KKRന്റെ കിരീട നേട്ടത്തിൽ നിർണായക പങ്ക് വഹിച്ച ഇംഗ്ലണ്ടിൻ്റെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഫിൽ സോൾട്ടിനെ 11.5 കോടി രൂപയ്ക്ക് RCB വാങ്ങിയിട്ടുണ്ടായിരുന്നു. ജിതേഷ് ശർമ്മ, ഇന്ത്യയുടെ യങ് വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടുള്ള ജിതേഷ് ശർമ്മയെ 11 കോടി രൂപയ്ക്ക് RCB വാങ്ങിയപ്പോൾ ജോഷ് ഹേസൽവുഡിന് തങ്ങളുടെ പേസ് ഡിപ്പാർട്ട്മെൻറ്റിന് കരുത്തേക്കാൻ ഓസ്ട്രേലിയൻ പേസറും RCBയുടെ മുൻ താരവുമായിരുന്ന ഹേസൽവുഡിനെ RCB 12.5 കോടി രൂപയ്ക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. രാസിക് ധാറിനെ 6 കോടി രൂപയ്ക്കും സുയാഷ് ശർമ്മയെ 2.6 കോടി രൂപയ്ക്കും RCB സ്വന്തമാക്കിയിട്ടുണ്ട്. ഭുവനേശ്വർ കുമാറിനെ 10.75 കോടി രൂപയ്ക്കാണ് RCB ഇത്തവണ തങ്ങളുടെ സ്കോഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. കൃണാൽ പാണ്ഡ്യ 5.75 കോടി രൂപയ്ക്കും സ്വപ്നിൽ സിംഗിനെ 50 ലക്ഷം രൂപയ്ക്ക് RCB RTM ഉപയോഗിച്ചാണ് തിരികെ തങ്ങളുടെ സ്കോഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ടിം ഡേവിഡ്, നമുക്കറിയാം ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ടിം ഡേവിഡ് കഴിഞ്ഞ സീസണിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ താരമായിരുന്നു. ടിം ഡേവിഡിന് ഇത്തവണ 3 കോടി രൂപയ്ക്ക് RCB സ്വന്തമാക്കിയിട്ടുണ്ട്. ജേക്കബ് ബദൽ 2.6 കോടി രൂപയ്ക്കും റൊമാനിയോ ഷെഫേർഡ് 1.5 കോടി രൂപയ്ക്കും സ്വന്തമാക്കിയപ്പോൾ നുവാൻ തുഷാർ എന്ന ശ്രീലങ്കൻ പേസറെ 1.6 കോടി രൂപയ്ക്കാണ് RCB സ്വന്തമാക്കിയിട്ടുള്ളത്. ദേവദത്ത് പടിക്കലിനെ ആദ്യ റൗണ്ടിൽ അൺസോൾഡായി പോയ മറുനാടൻ മലയാളി ബാറ്റർ കൂടിയായിട്ടുള്ള ദേവദത്ത് പടിക്കലിനെ ആക്സലറേറ്റഡ് ഓപ്ഷനിൽ 2 കോടി രൂപയ്ക്കാണ് RCB തിരികെ തങ്ങളുടെ സ്കോഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഒപ്പം സ്വാസ്തിക് ചിക്കാരെ 30 ലക്ഷം രൂപയ്ക്കും മനോജ് ഭണ്ഡാരിയെ അടിസ്ഥാന വിലയായിട്ടുള്ള 30 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കിയപ്പോൾ സൗത്ത് ആഫ്രിക്കൻ പേസറായിട്ടുള്ള ലുങ്കി എൻഗിഡിയെ 1 കോടി രൂപയ്ക്കാണ് RCB വാങ്ങിയത്. അഭിനന്ദൻ സിംഗിനെ അടിസ്ഥാന വിലയായിട്ടുള്ള 30 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കിയപ്പോൾ മോഹിത് റാത്തിയും 30 ലക്ഷം രൂപയ്ക്ക് RCB സ്കോഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് RCBയുടെ IPL 2025 സീസണിലേക്കുള്ള സ്കോഡ് എന്ന് പറയുന്നത്. 22 പ്ലെയേഴ്സാണ് സ്കോഡിലുള്ളത്. വളരെ മികച്ച ഒരു ഒറ്റ നോട്ടത്തിൽ വളരെ മികച്ച ഒരു സ്കോഡ് തന്നെയാണ് RCB ഇത്തവണ വാങ്ങിയിട്ടുള്ളത്. ഒരുപാട് മികച്ച നമുക്കറിയാം പല സീസണുകളിലും RCB സംബന്ധിച്ച് നിർണായക പ്രശ്നം തങ്ങളുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഇത്തവണ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വളരെ മികച്ച അഡീഷനുകൾ തന്നെയാണ് RCB മാനേജ്മെൻറ്റ് ഓപ്ഷനിലൂടെ നടത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.